ശരവണഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നാളെ അത്തം നക്ഷത്രവും വെള്ളിയാഴ്ചയും പഞ്ചമിയും കൂടി ഒന്നിച്ചു ചേർന്നിരിക്കുന്ന ദിവസമാണ്. വെള്ളിയാഴ്ചയും പഞ്ചമിയും ഒന്നിച്ചു ചേരുന്നതിനെ നമ്മൾ ശ്രീപഞ്ചമി എന്ന് പറയും. അത്തം നക്ഷത്രം അതിലും വളരെയധികം പവർഫുള്ളായിട്ടുള്ള നക്ഷത്രമാണ്. അതായത് മഹാലക്ഷ്മിയെയും ഭഗവാൻ വെങ്കിടേശ്വരനെയും ഒന്നിച്ച് പ്രാർത്ഥിച്ച് അനുഗ്രഹം നേടാനായിട്ടുള്ള ഒരു ദിവസം. നമുക്കറിയാം, ധനസമൃദ്ധിക്ക് വേണ്ടിയിട്ടും ഐശ്വര്യത്തിന് വേണ്ടിയിട്ടും നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കുന്ന ഭഗവാനാണ് ലക്ഷ്മി ദേവിയും വിഷ്ണു ഭഗവാനും എന്നുള്ളത്. അപ്പോൾ ആ രണ്ടുപേരെയും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമുക്കതിൻ്റെ ഫലം പൂർണ്ണമായിട്ടും ലഭിക്കും. നാളെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. ഒപ്പം തന്നെ അത്തം നക്ഷത്ര വെങ്കടേശ്വര പൂജ ചെയ്യുന്നവരൊക്കെ നാളത്തെ ദിവസം മിസ് ചെയ്യാതെ തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് നാളെ ശുക്രഹോരയിൽ ലക്ഷ്മി ദേവിയോടൊപ്പം തന്നെ വെങ്കടേശ്വര ഭഗവാനെയും പൂജിക്കാൻ നമുക്ക് സാധിച്ചാൽ അത് നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം തരികയും ചെയ്യും. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ നാളെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും വീഡിയോ മുഴുവനായിട്ട് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. ഈയൊരു മകരമാസത്തിലെ വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മി പൂജ തുടങ്ങിയ സമയത്തെ ഞാൻ പറഞ്ഞിരുന്നു, മൺതത്വ രാശിയാണ് മകര രാശി എന്ന് പറയുന്നത്. സമ്പത്ത്, ഭൂമിഭാഗ്യം ഇവയൊക്കെ നമുക്കുണ്ടാകാൻ സഹായിക്കുന്ന 3 രാശികളിൽ ഒരു രാശിയാണ് മകര രാശി എന്ന് പറയുന്നത്. മകര രാശിയിൽ ഉച്ചമടയുന്ന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. അതുമാത്രവുമല്ല, നമുക്ക് രത്നങ്ങൾ, അതായത് രത്നങ്ങളിൽ ഏറ്റവും വലിയ രത്നമായ വജ്രം, വൈഡൂര്യം നമുക്ക് ലഭിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. നിങ്ങളിൽ ആർക്കെങ്കിലും ആദ്യമായിട്ട് മൂക്ക് കുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇനി ഓൾറെഡി നിങ്ങൾക്ക് മൂക്ക് കുത്തിയിട്ടുണ്ട്, നിങ്ങൾക്കൊരു വൈഡൂര്യം, അതായത് ഡയമണ്ട് നോസ്പിൻ വാങ്ങിച്ചിടണം എന്നാഗ്രഹമുള്ളവർക്കൊക്കെ നാളെ വെള്ളിയാഴ്ച ശുക്രഹോരയായ 1 to 2 അല്ലെങ്കിൽ രാത്രിയിൽ വരുന്ന 8 to 9 ആ സമയത്ത് ഡയമണ്ട് വാങ്ങിച്ച് ഇന്നത്തെ ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്തി പിറ്റേ ദിവസം ശനിയാഴ്ച നമുക്ക് ചിത്തിര നക്ഷത്രം വരുന്ന ദിവസം അത് നമുക്ക് മൂക്കിൽ കുത്താൻ വളരെ വളരെ ഉത്തമമാണ്. ഇനി മൂക്ക് കുത്തുന്നവരാണെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, നാളെ വെള്ളിയാഴ്ച ഒരിക്കലും മൂക്ക് കുത്താൻ പാടില്ല. പിറ്റേ ദിവസം ചിത്തിര നക്ഷത്രത്തിൽ നമ്മൾ ശനിയാഴ്ചയും ചിത്തിരയും ഒന്നിച്ച് വരുമ്പോൾ മൂക്ക് കുത്തി ലക്ഷ്മി ദേവിക്ക് മുൻപിൽ വെച്ച് ആ വൈഡൂര്യം നമ്മുടെ മൂക്കിലിടുന്നത് ശുക്രഭഗവാന്റെ ആധിക്യം നമ്മുടെ ശരീരത്തിൽ കൂട്ടാനും അതുവഴി സൗഭാഗ്യങ്ങൾ ഉണ്ടാവാനും സഹായിക്കുന്ന ഒന്നാണ്. വൈഡൂര്യം, അതായത് നമുക്കിപ്പോൾ ഡയമണ്ടിൻ്റെ നോസ്പിന്നൊക്കെ മേടിക്കാൻ അധികം റേറ്റൊന്നുമില്ല, പറ്റുന്നവർ മാത്രം ചെയ്താൽ മതി. അതായത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്, ചെയ്യണം എന്ന് ആഗ്രഹിച്ച് പൈസയൊക്കെ കയ്യിലുള്ളവർക്കത് ചെയ്യാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ളൊരു ദിവസമാണ് നാളെയും നാളെ കഴിഞ്ഞും എന്നുള്ളതാണ്. അപ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് മകരമാസത്തിലെ ശ്രീപഞ്ചമി, അതായത് വജ്രം ചേരുന്ന ദിവസം, ചന്ദ്രഭഗവാൻ ഈ ചേർച്ചകളെല്ലാം കൂടിയിട്ട്, അതായത് ഈ കോമ്പിനേഷൻസ് എല്ലാം കൂടിയിട്ട് ഒന്നിച്ച് വന്നിരിക്കുന്നൊരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നാളത്തെ ദിവസം നമ്മൾ ചെയ്യുന്ന ലക്ഷ്മി പൂജ നമുക്ക് മുഴുവനായിട്ടുള്ള ഫലമാണ് തരുന്നത്. അപ്പോൾ ലക്ഷ്മി പൂജ നാളെ നിങ്ങൾ തുടങ്ങേണ്ടത്, നിങ്ങൾക്ക് സഹോദരന്മാരുണ്ട്, ഇപ്പം നമ്മുടെ വീടിനടുത്തൊക്കെയാണ് സഹോദരന്മാരുള്ളതെന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വീട്ടിലോട്ട് ക്ഷണിക്കണം. അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം നമ്മുടെ കൈകൊണ്ടുണ്ടാക്കി നമ്മൾ തന്നെ വിളമ്പിക്കൊടുത്ത് അവരുടെ അനുഗ്രഹം, അതായത് നമ്മൾ അവർക്ക് അങ്ങനെ ചെയ്യുമ്പം അവരുടെ മനസ്സ് നിറയും, അത് നമുക്ക് അനുഗ്രഹമായിട്ട് ലഭിക്കും. അത് നമ്മുടെ ലൈഫിൽ ഈ ഒരു വർഷം മുഴുവൻ ഐശ്വര്യം കൊണ്ടുവരും. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, നാളെ വെള്ളിയാഴ്ച വീടിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോയി 100 പാലും കഴിപ്പിച്ചതിന് ശേഷം വേണം സഹോദരന്മാരെ വീട്ടിലോട്ട് ക്ഷണിക്കാൻ. ഇനിയിപ്പം അബ്രോഡൊക്കെ താമസിക്കുന്നവരാണ്, ഇല്ലെങ്കിൽ നമ്മുടെ സഹോദരന്മാർ വെളിയിലാണ്, സഹോദരന്മാരില്ല, അങ്ങനെയുള്ളവരൊക്കെ സഹോദരന്മാരെ ഫോൺ വിളിച്ച് സംസാരിക്കാൻ പറ്റുന്നവർ ഫോൺ വിളിച്ചൊക്കെ സംസാരിക്കണം. അതേപോലെ തന്നെ ചെയ്യേണ്ടത്, സഹോദര തുല്യരായിട്ട് കാണുന്നവരെ വീട്ടിൽ ക്ഷണിച്ച് വരുത്തി അവർക്ക് ഭക്ഷണം കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും, അപ്പോൾ ആ ഫ്രണ്ട്സിൽ നമുക്ക് എല്ലാവരോടും ഒരു സഹോദര സ്നേഹം ഉണ്ടാവില്ല, പക്ഷേ അതിൽ ഒരാളോടെങ്കിലും നമുക്ക് നമ്മുടെ സഹോദരനോട് തോന്നുന്ന ഒരു ഇഷ്ടമുണ്ടാകുമ്പം അങ്ങനെയുള്ള സഹോദര സ്ഥാനീയരായിട്ടുള്ളവരെ വീട്ടിൽ വിളിച്ചു വരുത്തുന്നു. ഇപ്പം നിങ്ങളൊന്നിച്ച് ജോലി ചെയ്യുന്നവരാണ്, കൊളീഗ്സ് ആണെന്നുണ്ടെങ്കിൽ ഉച്ചയ്ക്കത്തെ ലഞ്ച് അവർക്ക് നാളെ വാങ്ങിച്ചു കൊടുക്കുന്നു, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും ഒരു സ്വീറ്റോ എന്തെങ്കിലും ഒരു സ്നാക്സോ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുന്നതും നമുക്ക് വളരെ നല്ല ഫലം നാളത്തെ ദിവസം തരുന്നതാണ്.
കർക്കിടക മാസത്തിലും മകരമാസത്തിലും നമ്മൾ ഈ ഒരു കാര്യം, അതായത് മകരമാസത്തിലെ 3-ാമത്തെ വെള്ളിയിലും കർക്കിടക മാസത്തിലെ 3-ാമത്തെ വെള്ളിയിലും നമ്മളിത് ചെയ്യുന്നത് വളരെ വളരെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ ലക്ഷ്മി പൂജ ചെയ്യാൻ. ഇപ്പം ലക്ഷ്മി പൂജ നാളത്തെ ദിവസം രാവിലെ 6 to 7 വരുന്ന ശുക്രഹോര സമയത്ത് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ നിങ്ങൾക്ക് നൂറും പാലും ക്ഷേത്രത്തിൽ പോയി സമർപ്പിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്ക് ഉച്ച കഴിഞ്ഞ് ചെയ്താലും മതി. പക്ഷേ നാളത്തെ ദിവസം ഇത് ചെയ്തിരിക്കണം. ഇനി രാവിലെ 6 to 7 വരുന്ന ശുക്രഹോര സമയത്ത് ഞാൻ ഈ പറയുന്ന ലക്ഷ്മി പൂജ ചെയ്യാൻ പറ്റാത്തവർ വൈകിട്ട് 8 to 9 വരുന്ന സമയത്ത് ചെയ്താലും മതിയാവും. അപ്പോൾ നാളത്തെ ദിവസം എന്ന് പറയുന്നത് അത്തം നക്ഷത്രവും പഞ്ചമിയും കൂടി ഒന്നിച്ചാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിലും നമ്മുടെ പൂജാമുറിയിലും കൈചിഹ്നം വെക്കണം എന്നുള്ളതാണ്. അതായത് അത്തം നക്ഷത്രത്തിൻ്റെ കോലം എന്ന് പറയുന്നത് കൈയാണ്. അതായത് ഭഗവാൻ വെങ്കടേശ്വരൻ്റെ കൈ. നമ്മൾ ചെയ്യേണ്ടത് മാക്കോലം നമ്മൾ ഉണ്ടാക്കിയെടുക്കുമല്ലോ. അതായത് പച്ചരി മാവ് പൊടിച്ച് അതിൽ മഞ്ഞൾപ്പൊടി, ഏലയ്ക്ക, ജൗവാത്, പച്ചക്കർപ്പൂരം ഇവയൊക്കെ ഇട്ടിട്ട് അത് ലൂസായിട്ടൊരു കൺസിസ്റ്റൻസി ആക്കിയിട്ട് നമ്മുടെ വലത്തേ കൈ, ആ വീട്ടിലെ ഗ്രഹനാഥയുടെ വലത്തേ കൈ അതിൽ മുക്കിയിട്ട് നമ്മുടെ ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ടും നമ്മുടെ പൂജാമുറിയിൽ നിങ്ങൾ പൂജ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തായിട്ടും പതിപ്പിച്ച് വെക്കുക എന്നുള്ളത് നമ്മുടെ വീട്ടിലോട്ട് ഐശ്വര്യം കൊണ്ടുവരും. അതേപോലെ തന്നെ താമരപ്പൂവിൻ്റെ കോലങ്ങൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് ഡോറിൽ നിങ്ങൾക്ക് ഒരു 8 താമരപ്പൂവിൻ്റെ കോലം വരയ്ക്കാം. പൂജാമുറിയിൽ വരയ്ക്കാൻ സ്ഥലമുണ്ടെങ്കിൽ അവിടെ വരച്ചു വെക്കാം. അതായത് നാളത്തെ ദിവസം ലക്ഷ്മി ദേവിയെ സൂചിപ്പിക്കുന്ന 8 ഇതൾ താമരപ്പൂവും ഭഗവാൻ വെങ്കടേശ്വരനെ സൂചിപ്പിക്കുന്ന ഭഗവാന്റെ കൈയുടെ ചിഹ്നവും നമ്മുടെ പൂജാമുറിയിലും ഫ്രണ്ട് ഡോറിന് മുൻപിലായിട്ടും ഉണ്ടായിരിക്കണം. അത് വളരെ വളരെ ഐശ്വര്യം നമുക്ക് കൊണ്ടുതരും. ഇനി നാളത്തെ ദിവസം ലക്ഷ്മി പൂജ ചെയ്യണം. എവിടെയാണോ സാധാരണയായി നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുന്നത് ആ ഭാഗം തൂത്ത് വൃത്തിയാക്കുക. വൃത്തിയാക്കിയതിന് ശേഷം കയ്യിലുള്ള ലക്ഷ്മി ദേവിയുടെ ഫോട്ടോയോ വിഗ്രഹമോ എന്താണോ ഉള്ളത് അത് സ്ഥാപിക്കുക. മഞ്ഞൾ, കുങ്കുമം, പൊട്ടൊക്കെ വെച്ച് നല്ല മണമുള്ള പൂക്കളൊക്കെ അമ്മയ്ക്ക് സമർപ്പിച്ചതിന് ശേഷം ഒരു മരപ്പലക എടുക്കുക. അതിപ്പോൾ കട്ടിംഗ് ബോർഡാവാം, അല്ലെങ്കിൽ മരത്തിൻ്റെ പലകയാവാം. ഇനി നിങ്ങൾക്ക് ഇത് രണ്ടും ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ബ്രാസിൻ്റെ പ്ലേറ്റിൽ വരയ്ക്കാം. അതുമില്ലെങ്കിൽ വെറും നിലത്ത് വരയ്ക്കാം. അപ്പോൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ മഞ്ഞൾ വെള്ളം നന്നായിട്ട് അവിടെ തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ മഞ്ഞൾപ്പൊടി കൊണ്ട് നന്നായിട്ടൊരു കോട്ട് പോലെ ആ ഒരു മരപ്പലകയുടെ പുറത്തായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കുക. അതിൽ കുറച്ച് റോസ് വാട്ടറോ അല്ലെങ്കിൽ ശുദ്ധമായ ജലമോ ഒഴിച്ചൊന്ന് ചാലിച്ചിട്ട് അതൊന്ന് തൂത്തുവിടുക. അതിന് പുറത്തായിട്ട് സൗന്ദര്യ ലഹരിയിലെ 2-ാമത്തെ ശ്ലോകത്തിൻ്റെ യന്ത്രം ഞാൻ എന്താ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഹ്രീം എന്നാണ് നടുക്ക് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു യന്ത്രം വേണം നമ്മളിവിടെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം ഹ്രീം എന്ന് പറയുന്നത് ബീജമന്ത്രമാണ്. നമുക്കറിയാം മഹാലക്ഷ്മി ദേവിയുടെ ബീജമന്ത്രം ശ്രീമാണെന്നും. ഏതൊരു പവർഫുള്ളായിട്ടുള്ള മഹാലക്ഷ്മി മന്ത്രം എടുത്താലും അതിൽ ഹ്രീമും ശ്രീമും ഉണ്ട് എന്നുള്ള കാര്യവും. അതുമാത്രവുമല്ല, ചന്ദ്രൻ്റെ സാന്നിധ്യം കൂടുതലുള്ള ശ്ലോകമാണ് സൗന്ദര്യ ലഹരിയിലെ 2-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത്. നമുക്ക് ശ്രീം, ഹ്രീം അതൊക്കെ നമ്മൾ കൂടുതലായിട്ട് ലക്ഷ്മി പൂജ ചെയ്യുമ്പോൾ ഉപയോഗിക്കുമ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു ഉന്നമനമുണ്ടാവാനായിട്ട് നമ്മളെ അത് സഹായിക്കും. അതുമാത്രവുമല്ല, ഞാൻ പറഞ്ഞല്ലോ ചന്ദ്രൻ്റെ ആധിക്യം കൂടുതലുള്ളതാണ് ഈ ഒരു ശ്ലോകം എന്നതുകൊണ്ട് തന്നെ ഈ ഒരു ശ്ലോകം വരച്ച് നമ്മൾ പൂജ ചെയ്യുമ്പം നമുക്ക് മനസ്സമാധാനം ലഭിക്കാനും അതേപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് പെട്ടെന്ന് നല്ല രീതിയിൽ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാതെ ശരിയായ തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവുണ്ടാകുകയും ഒക്കെ ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ഒരു കോലം വരയ്ക്കണം. വരച്ചതിന് ശേഷം നമ്മൾ ചുമന്ന കളറിലെയും വെള്ള കളറിലെയും പൂക്കൾ കൊണ്ട് വേണം യന്ത്രത്തിന് അർച്ചന ചെയ്യാൻ. ചുമന്ന കളർ പൂക്കളെന്ന് പറയുമ്പം നമുക്ക് തെച്ചിപ്പൂ എടുക്കാം, ചെമ്പരത്തിപ്പൂ എടുക്കാം, താമരപ്പൂവ്, റോസപ്പൂവ് അങ്ങനെയുള്ള പൂക്കളൊക്കെ എടുക്കാം. വെള്ള കളറിലെ പൂക്കൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏത് വെള്ള കളറും രണ്ടും കൂടി മിക്സ് ചെയ്ത് എടുത്താൽ മതിയാവും. പ്രത്യേകിച്ച് തെച്ചിപ്പൂവ് കൊണ്ട് ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പം നിങ്ങൾക്ക് ഈ പറയുന്ന ചുമന്ന കളറിലെയും വെളുത്ത കളറിലെയും പൂക്കൾ കിട്ടാനില്ലെങ്കിൽ കൂവളത്തിലെയും ഏലയ്ക്കായും എടുക്കാവുന്നതാണ്.
നമ്മൾ ചൊല്ലി അർച്ചന ചെയ്യേണ്ടുന്ന മന്ത്രം ഒന്നെങ്കിൽ ഈ ഒരു സൗന്ദര്യ ലഹരിയിലെ രണ്ടാമത്തെ ശ്ലോകം ചൊല്ലിക്കൊണ്ട് നമുക്ക് അർച്ചന ചെയ്യാം. പക്ഷേ അത് പലർക്കും ബുദ്ധിമുട്ടായിരിക്കും, കാരണം ഇച്ചിരി കടുത്ത വാക്കുകളാണ്. അതുകൊണ്ടാണ് അതിന് പകരമായിട്ട് ഓം ഹ്രീം നമ എന്നുള്ള മന്ത്രം 9 പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ആ ഒരു യന്ത്രത്തിന് നമുക്ക് അർച്ചന ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞു, ഹ്രീം എന്ന് പറഞ്ഞാൽ ചന്ദ്രനാണ്, മനോകാരകനാണ്. നമുക്ക് ചന്ദ്രബലം കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഓം ഹ്രീം നമ എന്നുള്ള മന്ത്രം ചൊല്ലി ആ ഒരു യന്ത്രത്തിന് അർച്ചന ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം. അർച്ചന ചെയ്തതിന് ശേഷം ധൂപദീപ ആരതി എടുക്കുന്നു. നിവേദ്യമായിട്ട് വെള്ള കളറിലെ എന്ത് വസ്തുക്കളും നമുക്ക് വെക്കാവുന്നതാണ്. കാരണം ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ വെള്ളയാണ്. ഇടിയപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കാം, പാൽ പായസം വെക്കാം, പാല് കാച്ചി വെക്കാം. അങ്ങനെയുള്ള എന്ത് കാര്യവും നമുക്ക് വെക്കാവുന്നതാണ്. അതിനുശേഷം ഇപ്പോൾ രാവിലെയാണ് ഞാൻ ഈ പൂജ ചെയ്യാൻ ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അന്നത്തെ ദിവസം വെള്ളിയാഴ്ച തന്നെ 10 വയസ്സിൽ താഴെയുള്ള കുഞ്ഞു പെൺകുട്ടികൾക്ക് നിങ്ങൾക്ക് മധുരം വാങ്ങിച്ചു കൊടുക്കുന്നത് വളരെ വളരെ നല്ല കാര്യമാണ്. അതിപ്പോൾ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നൊരു കുഞ്ഞു കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് വാങ്ങിച്ചു കൊടുത്താലും മതിയാകും. പക്ഷേ നമ്മുടെ വീട്ടിലുള്ള കുഞ്ഞുങ്ങൾ ആയിരിക്കരുത് എന്നുള്ളതാണ്. ഈ ഒരു മന്ത്രം നമ്മൾ ചൊല്ലി നമ്മൾ അർച്ചന ചെയ്യുമ്പം നമ്മുടെ കടം മാറിക്കിട്ടും, വീട്ടിലെ വഴക്ക് മാറും, പ്രശ്നങ്ങൾ മാറും, 7.5 ശനി, രാഹുകേതു പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും നമുക്ക് ഫലം കിട്ടുന്നതാണ്. അതുമാത്രവുമല്ല, മനസ്സ് ഭയങ്കരമായി ഡിസ്റ്റർബ്ഡ് ആയിട്ടിരിക്കുന്ന സമയങ്ങളിൽ കുറച്ച് ശാന്തതയുള്ള സ്ഥലത്തിരുന്ന് ഈ ഒരു ഓം ഹ്രീം നമ എന്നുള്ള മന്ത്രം ചൊല്ലിയാലും നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഫലം ലഭിക്കും. അപ്പോൾ നാളെ ഈ രീതിയിൽ നിങ്ങളെല്ലാവരും ചെയ്യണം. ശേഷം മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കണം. തീർച്ചയായും ഇതിൻ്റെ ഒരു മാറ്റം നമ്മുടെ കുടുംബത്ത് ഉണ്ടാവുന്നതായിരിക്കും. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.